ജ്ഞാനമുള്ളത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ലോകത്തിൽ 3 തരത്തിലുള്ള അറിവുണ്ട്. സ്വജ്ഞാനമുണ്ട്, വിജ്ഞാനമുണ്ട്, ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. ഈ ജ്ഞാനമുണ്ടെങ്കിൽ സ്വജ്ഞാനവും വിജ്ഞാനമൊക്കെ ഈ ലോകത്തെക്കുറിച്ചുള്ള അറിവാണ്. എന്നാൽ ജ്ഞാനം ദൈവത്തെക്കുറിച്ച് അറിയുവാനാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ സമസ്ത കാര്യങ്ങൾക്കും നമുക്ക് ജ്ഞാനം വേണം. അതുപോലെ ദൈവിക കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുവാനും നമുക്ക് ജ്ഞാനം വേണം. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മളെ ഒരു 10 വർഷം പുറകിലുള്ള ഒരു കാര്യം എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് നമ്മുടെ കണ്ണിൽ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ന് പല കാര്യം ഇതെല്ലാം വിജയമാണ്, ഇതെല്ലാം നല്ലതാണ്, ഇങ്ങനെ ചെയ്യണം എന്നെല്ലാം നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ച് ഉറപ്പിച്ച് മനസ്സിൽ തീരുമാനമെടുത്തു. എന്നാൽ ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ചെയ്തത് അത് ശരിയായില്ല. ഹല്ലേലൂയ. അന്ന് ചെയ്തത് തെറ്റിപ്പോയി. ഹല്ലേലൂയ. അന്ന് പറഞ്ഞത് ശരിയായില്ല. ഹല്ലേലൂയ. അത് അന്ന് പറഞ്ഞപ്പോൾ അത് ശരിയായിരുന്നു, പക്ഷെ ഇന്ന് ഇത് തെറ്റായിപ്പോയി. കാരണം ഇന്ന് മനസ്സിലായി അത് ജ്ഞാനമല്ലായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഇതാ ജ്ഞാനികൾ ദൈവത്തെ അന്വേഷിച്ച് വരികയാണ്. അവർ ഈ ജെറുസലേമിലെത്തുന്നു. അവർ ദൈവം എവിടെയാണ് ഇതാ ജനിക്കുന്നതെന്ന് അന്വേഷിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാകുന്നത്, വീഴ്ചകൾ ഉണ്ടാകുന്നത്, പോരായ്മ ഉണ്ടാകുന്നത് ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതായത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16:25 പറയുന്നു, ശരിയെന്ന് തോന്നിയ വഴി മരണത്തിലേക്ക് നയിക്കുന്നതാവാം. ഹല്ലേലൂയ. അതായത് ജ്ഞാനികൾ മുന്നോട്ട് യാത്ര തിരിക്കുന്നുണ്ട്, ജ്ഞാനികളുടെ കൂടെ ഈ നക്ഷത്രം സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നുണ്ട്, നമ്മളെ ദൈവം നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകണമെന്നില്ല ദൈവം നമ്മളെ നയിക്കുന്നത്. ഹല്ലേലൂയ. തിരുവചനം പറയാ, എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയല്ല, ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എന്റെ വഴികളും ചിന്തകളും ഉന്നതമത്രേ. ഹല്ലേലൂയ. ദൈവം അബ്രാഹത്തെ നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇസഹാക്കിനെ നയിക്കുന്നുണ്ട്, ദൈവം യാക്കോബിനെ നയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം മോശയെ നയിക്കുന്നുണ്ട്, പ്രവാചകരെ നയിക്കുന്നുണ്ട്. അതെല്ലാം ദൈവിക ജ്ഞാനത്തിന്റെ സംരക്ഷണത്തിന്റെ വലയത്തിന്റെ കീഴിലാണ്. ഹല്ലേലൂയ. അവർ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തടസ്സങ്ങൾ തോന്നുന്നുണ്ട്. പക്ഷേ ദൈവം അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ. ജ്ഞാനമുള്ള ഒരു വ്യക്തിക്ക് വഴിയിൽ വീഴ്ചയുണ്ടായേക്കാം, ഓട്ടമുണ്ടായേക്കാം, ഒരുപക്ഷെ തടസ്സങ്ങൾ സംഭവിച്ചേക്കാം. പക്ഷേ ദൈവം അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഇറങ്ങി നടക്കാൻ, മുന്നോട്ട് പോകാൻ, യാത്ര ചെയ്യാൻ, എത്തേണ്ടടുത്ത് എത്താൻ എല്ലാം ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൺവെൻഷനായിട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ ദൈവിക ജ്ഞാനത്തിലൊക്കെ നിങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇപ്പൊ ഏതെങ്കിലും വഴിയിൽ തടസ്സപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഓർത്തോ, പരിശുദ്ധാത്മാവ് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ. ഹല്ലേലൂയ. ഒരു ജ്ഞാനിക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റിതാണ്. ഹല്ലേലൂയ. കാരണം ഈ വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഇതാ ഈ നക്ഷത്രത്തിന്റെ അടയാളം കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ, അതായത് യഹൂദരുടെ രാജാവായി ജനിച്ച വ്യക്തി എവിടെയാണെന്ന് ഈ ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇദ്ദേഹം, അതായത് യേശു രാജാവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ രാജാവിനെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? രാജകൊട്ടാരത്തിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവിക സങ്കല്പവും മാനുഷിക സങ്കല്പവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ മുമ്പേ കേട്ടത്, എന്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയല്ല, എന്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയുമല്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്ന ചിന്തയിലല്ല ദൈവിക കാര്യങ്ങൾ നടക്കുക. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, ഇത് ഈ പരീക്ഷ എഴുതി ഈ ജോലി വാങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കുക. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പദ്ധതി അതല്ലായിരിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവിക കാഴ്ചപ്പാട് അതല്ല. ഹല്ലേലൂയ. ദൈവം നയിക്കുന്നത് ആ വഴിയിലൂടെ അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്? അവിടെ തടസ്സപ്പെട്ടു പോവുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിവാഹങ്ങളായിക്കോട്ടെ, കുടുംബത്തിലെ പല കാര്യങ്ങളായിക്കോട്ടെ, പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന വഴിയിലൂടെ അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം അത് ദൈവിക പദ്ധതി ആകണമെന്നില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയ മാരകമായ തടസ്സങ്ങളിൽ വർഷാവർഷം കിടക്കുന്ന മക്കളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്, അതേക്കുറിച്ച് നിങ്ങൾ ഇപ്പോൾ ആകുലപ്പെടേണ്ട. ഒരുപക്ഷെ ആ തടസ്സങ്ങൾ
അതല്ല, അതല്ലാതെ മാറ്റി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതല്ലാതെ മാറി നിൽക്കുമ്പോൾ, അതല്ലാതെ മാറിയ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ, അത് പരിശുദ്ധാത്മാവിൻ്റെ വഴിക്ക് നമ്മളുടെ ഹൃദയത്തെ, നമ്മുടെ യാത്രയെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ജ്ഞാനികൾക്ക് അവിടെ ഒരു തെറ്റുപറ്റുകയാണ്. അവർ യഥാർത്ഥത്തിൽ പോകേണ്ടത് ഈ നക്ഷത്രത്തെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പക്ഷെ അവർ എന്ത് ഫോളോ ചെയ്തു? അവരവിടെ ചെന്നപ്പോൾ അവർക്ക് അവിടെ ഹെരോദോസിൻ്റെ വലിയ കൊട്ടാരം കണ്ടു. കൊട്ടാരത്തിലായിരിക്കും യേശു ജനിക്കുന്നതെന്ന് കരുതി അവർ കൊട്ടാരത്തിൽ കയറി ചെന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകുന്നത്, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കൂടെ ജ്ഞാനം നഷ്ടപ്പെട്ടു പോകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ജ്ഞാനം പ്രഭാഷകന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തില് 1 മുതൽ 10 വരെയുള്ള തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചനം. ജ്ഞാനത്തിന്റെ രഹസ്യം, സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. ഇതിന്റെ ഹെഡിങ് ഇതാണ്, ജ്ഞാനത്തിന്റെ രഹസ്യം, സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അത് എന്നേക്കും അവിടുത്തോടു കൂടെയാണ്. കടൽ തീരത്തെ മണൽത്തരികളും മഴത്തുള്ളികളും നിത്യതയുടെ ദിനങ്ങളും എണ്ണാൻ ആർക്ക് കഴിയും? ആകാശത്തിന്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതിയും പാതാളത്തിന്റെ ആഴവും നിർണ്ണയിക്കാൻ ആർക്ക് സാധിക്കും? ജ്ഞാനമാണ് എല്ലാറ്റിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത്. വിവേകപൂർണമായ അറിവ് അനാദിയാണ്. ജ്ഞാനത്തിന്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവളുടെ സൂക്ഷ്മമാർഗങ്ങൾ ആരറിയുന്നു? ജ്ഞാനിയായി ഒരുവനെയുള്ളൂ. ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത്. അവിടുന്ന് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു. തന്റെ സൃഷ്ടികളിലെല്ലാം അവിടുന്ന് അവളെ പകർന്നു. അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു. തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമൃദ്ധമായി നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. അതായത് ജ്ഞാനമാണ് ദൈവം ആദ്യം സൃഷ്ടിച്ചത്. സർവ്വജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു. അത് എന്നേക്കും അവിടുത്തോട് കൂടെയുള്ളതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതായത് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ജ്ഞാനം കുറവുള്ളത് കൊണ്ടാണ് പലയിടത്തും നമുക്ക് വീഴ്ച സംഭവിക്കുന്നത്, തെറ്റ് പറ്റുന്നത്. ഹല്ലേലൂയ. വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള തിരുവചനം ഇങ്ങനെ പറയുകയാണ്, മർത്യരുടെ ആലോചന നിസാരമാണ്, ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. ഹല്ലേലൂയ. വീണ്ടും പറയാ, നശ്വരമായ ശരീരം ആത്മാവിന് ദുർഭകമാണ്, ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഹല്ലേലൂയ. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം, അടുത്തുള്ളത് പോലും അധ്വാനിച്ച് വേണം കണ്ടെത്താൻ, പിന്നെ ആകാശത്തിലെ കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്ക് കഴിയും? ഹല്ലേലൂയ. അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ഹല്ലേലൂയ. അതായത് ദൈവഹിതം, എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണ്? എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി എന്താണ്? ഹല്ലേലൂയ. അതെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവിക ജ്ഞാനത്തിലാണ്. നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോയി, ഒരു കൗൺസിലിങ്ങിന് പോയി, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷയ്ക്ക് കൂടി അവിടെ ഒരു സന്ദേശം കിട്ടി, അവിടെ നമ്മളെക്കുറിച്ച് ഒരു മെസ്സേജ് കിട്ടി. അത് ജ്ഞാനമുള്ളവരിൽ നിന്നാണ് ഇത് കിട്ടുക. ഹല്ലേലൂയ. ജ്ഞാനമുള്ളവരിൽ നിന്നാണ് ഈ വെളിപ്പെടുത്തൽ കിട്ടുക. ഹല്ലേലൂയ. പക്ഷേ അതെല്ലാവർക്കും സാധ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ, അതായത് കൂദാശകളിലൂടെ, പ്രത്യേകിച്ചും സൈലേപനം, മാമോദിസ, അങ്ങനെ എല്ലാ കൂദാശകളിലും പരിശുദ്ധാത്മാവിനാൽ മുദ്രീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. ആ മുദ്രീകരിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും വിശുദ്ധീകരിക്കുന്നതിന് അളവനുസരിച്ച് പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനം വെളിപ്പെടാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ചും എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ നമ്മളെ ജീവിതത്തെ നയിക്കണം, അത് പരിശുദ്ധാത്മാവ് നിരന്തരം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് കേൾക്കാൻ ആവാത്ത വിധം പലപ്പോഴും പാപത്താലോ അല്ലെങ്കിൽ നമുക്ക് ആത്മീയ അന്ധതകളൊക്കെ സംഭവിച്ച് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കൃപകൾ നഷ്ടപ്പെടുത്തി കളയും. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ജ്ഞാനം കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഈ ജ്ഞാനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ജ്ഞാനികൾ സന്ദർശിക്കുന്നത്, അതായത് ജ്ഞാനമുള്ളവർക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ജ്ഞാനമുണ്ടെങ്കിലേ ദൈവിക കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. ജ്ഞാനമുണ്ടെങ്കിലേ ദൈവത്തിന്റെ രഹസ്യം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണുന്നുണ്ട്, നബൂഖദ്നേസർ ഒരു സ്വപ്നം കാണുന്നുണ്ട്. അവിടുത്തെ എല്ലാവരും അത് എത്രമാത്രം പരീക്ഷിച്ചിട്ടും എത്രമാത്രം അന്വേഷിച്ചിട്ടും കണ്ടെത്തുന്നില്ല. എന്നാൽ ദാനിയേൽ എന്ന വിശുദ്ധനായ ആത്മാവിന്റെ ഹൃദയത്തിൽ ആ ജ്ഞാനം വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. അഭിഷേകർ പറഞ്ഞ ഹല്ലേലൂയ. ആ ജ്ഞാനത്തെ കുറിച്ച് ആ രാജാവ് കണ്ട സ്വപ്നം എന്നാണെന്ന് ആർക്ക് മനസ്സിലായി? ദാനിയേലിന് മനസ്സിലായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ എന്ത് ചെയ്യാണ്? ദാനിയേൽ അത് കണ്ടെത്തി, അത് മനസ്സിലാക്കി എടുത്തു. പറഞ്ഞ ഹല്ലേലൂയ. ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വായിച്ചേക്കാം. ദാനിയേൽ പ്രവചന പുസ്തകം 2-ാം
അധ്യായത്തിന്റെ 19 മുതലുള്ള തിരുവചനം നമുക്ക് വായിച്ചു കേൾക്കാം. രാത്രിയിൽ ഒരു ദർശനത്തിൽ ദാനിയേലിന് രഹസ്യം വെളിപ്പെട്ടു. അപ്പോൾ അവൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു. അവൻ പറഞ്ഞു, ദൈവത്തിന്റെ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ജ്ഞാനവും ശക്തിയും അവിടുത്തേതാണ്. സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. രാജാക്കന്മാരെ നീക്കുന്നതും വീണ്ടും പ്രതിഷ്ഠിക്കുന്നതും അവിടുന്നാണല്ലോ. ജ്ഞാനിക്ക് ജ്ഞാനവും അറിവുള്ളവന് അറിവും പ്രദാനം ചെയ്യുന്നത് അവിടുന്നാണ്. അഗാധവും അന്യായമായ കാര്യങ്ങൾ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് അറിയുന്നു. പ്രകാശം അവിടുത്തോടൊപ്പം വസിക്കുന്നു. എന്റെ പിതാക്കന്മാരുടെ ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് എനിക്ക് ജ്ഞാനവും ശക്തിയും നൽകി. ഞങ്ങൾ അപേക്ഷിച്ചത് അവിടുന്ന് എന്നെ അറിയിച്ചു. രാജാവിന്റെ സ്വപ്നം അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി. ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കാൻ രാജാവ് നിയമിച്ചിരുന്ന അരിയോക്കിനെ സമീപിച്ച് ദാനിയേൽ പറഞ്ഞു, ബാബിലോണിലെ ജ്ഞാനികളെ നശിപ്പിക്കരുത്. എന്നെ രാജസന്നിധിയിൽ കൊണ്ടുപോവുക. ഞാൻ രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാം. ഹല്ലേലൂയ. കണ്ടോ, രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ തക്കവിധ കൃപ ആർക്ക് കിട്ടി? ദാനിയേലിന് കിട്ടി. അത് ആ രാജാവ് കണ്ട സ്വപ്നം ദാനിയേലിന്റെ ഹൃദയത്തിൽ, ആത്മാവിൽ അത് വെളിപ്പെട്ട് കിട്ടി. ഹല്ലേലൂയ. പല കാര്യങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ തടസ്സപ്പെട്ടു പോകുന്നത്. ഹല്ലേലൂയ. പല കാര്യങ്ങൾക്കും നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതെങ്ങനെ പഠിക്കണമെന്ന് അറിയത്തില്ല. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ കുഞ്ഞിനെ എങ്ങനെ വളർത്തണമെന്നറിയില്ല. അങ്ങനെ പല കാര്യങ്ങൾക്കും ജ്ഞാനം കിട്ടാത്തത് കൊണ്ടാണ്. കുടുംബത്തിലെ കാര്യങ്ങളല്ലേ, നമുക്കറിയാം. ഒരു ദേഷ്യമുള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫായിരിക്കാം, പ്രതിസന്ധിയുള്ള കുടുംബമായിരിക്കാം. ആ കുടുംബത്തിലെ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ എത്തുന്നത് ജ്ഞാനത്തിലൂടെയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു ജ്ഞാനം ലഭിക്കണം. ജ്ഞാനം ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, അതിന് ഉത്തരമുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ജ്ഞാനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തില് 5-ാമത്തെ തിരുവചനം പറയുകയാണ്, നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ, അവന് അത് ലഭിക്കും. ഹല്ലേലൂയ. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഹല്ലേലൂയ. നമുക്ക് ജ്ഞാനം ഈ വിഷയത്തിന്റെ മേൽ കുറവുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ വന്നു, ആ വിഷയത്തിന് മേൽ ജ്ഞാനം കുറവുണ്ട്. കർത്താവ് എന്ത് പറയാണ്? നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് ഒരാൾ ചോദിക്കേണ്ടത്, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മളിപ്പം ഒരു സ്ഥലം വിൽക്കാനുണ്ട്, ഒരു വീട് വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇതിന്റെ അകത്തൊരു ജ്ഞാനം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു രഹസ്യം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ 100ഓളം സംഭവം, എൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ 100ഓളം സംഭവങ്ങൾ ഓരോ വിഷയത്തിന്റെ മേൽ. ചിലത് തടസ്സപ്പെട്ട് കിടക്കുന്നു, ചിലയിടത്തുനിന്ന് നമുക്ക് മാറിപ്പോരാൻ പറ്റുന്നില്ല, ചിലയിടത്തുനിന്ന് വിസ കിട്ടുന്നില്ല, ചിലയിടത്തുനിന്ന് പേപ്പർ കിട്ടുന്നില്ല. അതിന്റെ പുറകിലെല്ലാം ദൈവിക ഒരു രഹസ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ജ്ഞാനം കിടപ്പുണ്ട്. ഹല്ലേലൂയ. അതായത് ചിലപ്പോൾ ഒരു വിഷയത്തിന്റെ മേലെ, ചിലപ്പോൾ ഒരു 33 വിശ്വാസ പ്രമാണം ചെല്ലുന്നതായിരിക്കാം, അതിന്റെ മേലുള്ള ഒരു അഭിഷേകമല്ല, ഒരു ജ്ഞാനം. ഹല്ലേലൂയ. ചിലപ്പോൾ വീട്ടിൽ ആവശ്യമില്ലാത്ത തടസ്സങ്ങളായിരിക്കാം, ആവശ്യമില്ലാത്ത അസ്വസ്ഥതകൾ, ഭാരം. ചിലപ്പം ആ വീട്ടിൽ ഒരു അച്ഛൻ വന്ന് വെഞ്ചിരിക്കുന്നതായിരിക്കാം, അതിന്റെ ജ്ഞാനം. ഹല്ലേലൂയ. അഭിഷേകം പറഞ്ഞ ഹല്ലേലൂയ. കാലാകാലങ്ങളായി കൃഷി ചെയ്യുന്നു, ജോലി ചെയ്യുന്നു, സമ്പത്ത് മാറ്റിവെക്കാനില്ല, അങ്ങനെ പല മേഖലകളിലും പ്രതിസന്ധി. ചിലപ്പം ആ ഭവനത്തിൽ നിന്ന് ദൈവം ഒരു ദശാംശമായിരിക്കാം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. എന്തിന്റെ മേലും ഒരു ജ്ഞാനമുണ്ട്. ഹല്ലേലൂയ. എന്തിന്റെ മേലും ഒരു ദൈവിക രഹസ്യമുണ്ട്. ഹല്ലേലൂയ. അതുപോലെ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന അനുസരിച്ചാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ. ഹല്ലേലൂയ. അത് അവന് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഹല്ലേലൂയ. ഒന്ന്, പ്രാർത്ഥിക്കുന്നത് വഴി ജ്ഞാനം ലഭിക്കും. ഹല്ലേലൂയ. 2, കർത്താവിന്റെ ജ്ഞാനം 6:11 പറയുക, എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഹല്ലേലൂയ. അതായത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് വചനത്തിലൂടെ ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ എന്ത് കിട്ടും? ജ്ഞാനം കിട്ടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഓരോ വിഷയത്തെക്കുറിച്ചുള്ള ദൈവിക ജ്ഞാനം ഈ വചനത്തിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അഭിഷേകർ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ആ വചനത്തിൽ നമ്മൾ എൻ്റെ വചനങ്ങളിൽ അഭിലാഷം അർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഹല്ലേലൂയ.